പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോ ഇച്ചിരി ലാഗ് അടിക്കുമെങ്കിലും പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു ഫുൾ ആടുജീവിതം പോലത്തെ സെക്കൻഡ് ഹാഫ് ഫുൾ മരുഭൂമിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭയങ്കര ഇമോഷണൽ ഡ്രാമ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ലാസ്റ്റ് വരുമ്പോ. അത് കഴിഞ്ഞ ഒരു കോമഡി ട്രോപ്പിക്കൽ ഭയങ്കര കോമഡിയാണ് അവർ തമ്മില്. അവരുടെ സീൻ വരുമ്പോ മാത്രം ഭയങ്കര കോമഡിയാണ്. ധ്യാൻ എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ കോമഡിയാണ് നിവിനെക്കാളും. ധ്യാനാണ് എല്ലാ പണിയിലും കൊണ്ടാ ചാടിക്കുന്നത് നിവിനെ. അത് പറയേണ്ട കാര്യം തന്നെയാണ്. ആടുജീവിതത്തിന്റെ കോമഡി ഭാഗം എനിക്ക് അങ്ങനെ തോന്നി. നല്ല പടം, മലയാളി ഫ്രം ഇന്ത്യ നല്ല സിനിമയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത പടമായിരുന്നു. കണ്ടപ്പോ ഒരു എന്താ പറയാ ഒരുപാടുണ്ട്. അൺഎക്സ്പെക്ടഡ് സസ്പെൻസ് ഒരുപാട്. ഒരു പടം എന്താ പറയാ ഒരു വേറെ ലെവലായി. നീയുമ്പോൾ ഗംഭീര പെർഫോമൻസ്, ഒരു ഗംഭീര തിരിച്ചറിവ്. കാണുമ്പോ ഒരു കണ്ണൊക്കെ നിറഞ്ഞു. പഴയത് പുതിയതല്ല, പോലെ ഒരു ഒരു പേഴ്സൺ ആണ്. അപ്ഡേറ്റ് ഒരു വേറെ ലെവലായി. പടം കണ്ട് നിവിന്റെ പെർഫോമൻസ് കണ്ടപ്പോ എനിക്കങ്ങ് എന്താ പറയാ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ഒരു വേറെ ലെവലായി. ഇല്ല, ജനഗണമന പടം വരെ മലയാളി ഫ്രം ഇന്ത്യ പടം വരെ രണ്ടും വ്യത്യാസമുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ പടം പറഞ്ഞ അതിനപ്പുറമുള്ള സിനിമയാണ്, വേറെ ലെവലായി. രക്ഷിക്കാത്ത ഒരു അടിപൊളി സംഭവത്തില് പുള്ളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തോ കോമഡി ഉണ്ട്, ഇമോഷൻ ആവാനുള്ള എല്ലാം ഉണ്ട്. എല്ലാവരും കയറി കാണും. സൂപ്പർ. ഞാൻ കുറച്ച് ലേറ്റായി പടം കാണാൻ. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നോണ്ട് കുറച്ച് ലേറ്റായി. പക്ഷെ ഞാൻ കണ്ട സ്ഥിതിക്ക് ഈ സിനിമ 100 കോടി അടിക്കും എന്തായാലും. സൂപ്പർ പടമാണ്, എല്ലാരും കാണേണ്ട പടമാണ്. ഒരു അച്ഛൻ കുട്ടിക്ക് കൊടുക്കേണ്ട ഉപദേശമാണ് ഈ സിനിമയിൽ കൊടുക്കുന്നത്. അത്ര ഒരു ഫ്രണ്ട്ലി ഇത് മരുഭൂമിയില് എല്ലാം നല്ല പടം. ലൊക്കേഷൻ ഏരിയ, പിന്നെ സൗണ്ട്, പിന്നെ ഇവരുടെ പെരുമാറ്റം, ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയെന്ന് ഈ സിനിമയിൽ മനസ്സിലാക്കാൻ പറ്റും. അത്ര സ്നേഹമാണ്. നല്ലൊരു നമുക്ക് എല്ലാവരും കാണേണ്ട ഒരു പടമാണ് ഈ സിനിമ. നമുക്കൊരു കുട്ടികൾക്ക് ഒരു വിജയം കൊടുക്കുന്ന ആ വാക്കിലായിരിക്കും നമ്മൾ വിജയിക്കുന്നത്. ഒരാളെ വാക്ക്, ചെറിയൊരു വാക്ക് മതി വിജയിക്കാൻ. ആ വാക്കാണ് ഈ സിനിമയിൽ കൊടുക്കേണ്ടത്. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. 100 കോടി എന്തായാലും ആയിരിക്കും. തീ പാറ്റും, കേരളം കത്തിക്കും ഈ സിനിമ എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. മൂവി കുഴപ്പമില്ലായിരുന്നു. ഫാമിലി മൂവിയാണ്. കുറച്ച് കോമഡി, അങ്ങനെ ഭയങ്കര കോമഡി എന്ന് പറയാനില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കുറെ ജോണർ കൂട്ടിച്ചേർത്ത പോലെ തോന്നി. ഇപ്പൊ റൊമാൻസ് കാണിക്കുന്നുണ്ട്, രാഷ്ട്രീയം കാണിക്കുന്നുണ്ട്, കോവിഡ് കാണിക്കുന്നുണ്ട്, ആടുജീവിതം പോലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരു മിക്സ് ആയി പോയി. പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. നിവിന്റെ പടം ഫസ്റ്റ് ഹാഫിൽ ഫുൾ കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് അവസാനമാകുമ്പോൾ നല്ല മെസ്സേജ് സെന്റിമെന്റ്സ് വരുന്നുണ്ട്. നല്ല മെസ്സേജ് ഉണ്ട്. മെസ്സേജിനൊപ്പം തന്നെ നമുക്ക് ഒരു ലാഗ് തോന്നില്ല, ബോറടിക്കില്ല. ഇത് നിവിന്റെ ശക്തമായ തിരിച്ചറിവ് തന്നെയാണ്. എല്ലാം കൊണ്ട് നല്ലൊരു എന്റർടൈനറും ആണ്, മെസ്സേജും ഉണ്ട്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഭാവി ഡിസ്കസ് ചെയ്ത ഫിലിമാണ് ജനഗണമന പോലെ. ഇതിൽ ഡിജോ അഭിനയിക്കുന്നുണ്ട്. നല്ല കോമ്പിനേഷനാണ് ഡിജോ ലിസ്റ്റ് സ്റ്റീഫൻ അല്ല. പണം എന്തായാലും ഹിറ്റായിരിക്കും. രണ്ട് കാര്യം പറയാണ്. ഒന്ന്, നിവിന്റെ ശക്തമായ തിരിച്ചറിവ്. രണ്ട്, നല്ല എന്റർടൈനറാണ്, ഒപ്പം നല്ലൊരു മെസ്സേജും ഉണ്ട്. സാധാരണ എന്റർടൈനേഴ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ, മെസ്സേജും ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. പടം ഹിറ്റായിരിക്കും. നല്ലൊരു ഫിലിമാണ്.